വെൽക്കം ടു ദ ഫോർത്ത് പാർട്ട് ഓഫ് നെറ്റ്വർക്ക് തിയറം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. So, maximum power transfer theorem states that maximum power is transferred from a network to a load connected across the output terminals of the network when the load impedance is equal to the impedance of the network as viewed from the output terminals, with all generators are replaced by their internal impedances. എന്താ പറയുന്നത്? ഒരു നെറ്റ്വർക്കിലെ ലോഡിന് അക്രോസ് ആയിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്, കണ്ടീഷനാണ് പറയുന്നത്. എപ്പോഴാണോ ഈ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ടെർമിനലിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് ഇമ്പിഡൻസും ഈ നെറ്റ്വർക്കിൻ്റെ തെവനിൻസ് ഇമ്പിഡൻസ്, അതായത് ഇവിടെ നോക്കുക, ഈക്വൽ ടു ദ ഇമ്പിഡൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ആസ് വ്യൂഡ് ഫ്രം ദ ഔട്ട്പുട്ട് ടെർമിനൽസ് വിത്ത് ഓൾ ജനറേറ്റേഴ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ദെയർ ഇന്റേണൽ ഇമ്പിഡൻസസ്. അതെന്താണ്? നമ്മുടെ തെവനിൻസ് ഇക്വാലന്റ് ഇമ്പിഡൻസ് ആണ്. അപ്പം ഒരു സർക്യൂട്ടിൻ്റെ ലോഡ് ഇമ്പിഡൻസും അതിന് ആ നെറ്റ്വർക്കിൻ്റെ ഇക്വാലന്റ് തെവനിൻസ് ഇമ്പിഡൻസും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് ആ സമയത്തായിരിക്കും ഈ നെറ്റ്വർക്കിൻ്റെ ലോഡിന് അക്രോസ് ആയിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എത്രയായിരിക്കും ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മുടെ തെവനിൻസ് ഇക്വാലന്റ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിന് ഞാനൊന്ന് സോൾവ് ചെയ്തിട്ട് തെവനിൻസ് ഇക്വാലന്റ് സർക്യൂട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു സോഴ്സ് വി ആൻഡ് എ സീരീസ് റെസിസ്റ്റൻസ് ZTH, ഇക്വാലന്റ് തെവനിൻസ് ഇമ്പിഡൻസ് അല്ലേ. ഇനി ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ട് ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ തിയറ പ്രകാരം പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോഡ് ഇമ്പിഡൻസിന് അക്രോസ് ആയിട്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യും എപ്പോഴാണോ ZLൻ്റെ വാല്യൂ ZTHനോട് ഈക്വൽ ആവുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പവർ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിലെ സോഴ്സ് ആയിട്ടുള്ള വി ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ പവർ എത്രയായിരിക്കും? പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം ZTHന് അക്രോസ് ആയിട്ടുള്ള പവറിൻ്റെയും ZLന് അക്രോസ് ആയിട്ടുള്ള പവറിൻ്റെയും സം ആയിരിക്കും ദ പവർ ജനറേറ്റഡ് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ്. അതായത് ഈ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പവർ അക്രോസ് ZTH ആൻഡ് പവർ അക്രോസ് ZL ലോഡ് ആയിരിക്കും. സോ പവർ ജനറേറ്റഡ് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ് P ഈക്വൽ ടു PTH പ്ലസ് PL. ഇനി നമുക്കറിയാം പവർ അക്രോസ് ലോഡ് എത്രയാ? ഇത് സീരീസ് സർക്യൂട്ട് അല്ലേ. അപ്പോൾ സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, I² ഇൻറ്റു R ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ R അല്ല, പകരം ആരാണ്? ZL ആണ്. സോ PL ഈക്വൽ ടു I² ZL. ഇനി I എത്രയായിരിക്കും? V ഡിവൈഡഡ് ബൈ, ഇത് രണ്ടും സീരീസ് ആയതുകൊണ്ട് ടോട്ടൽ ഇമ്പിഡൻസ് ZTH പ്ലസ് ZL. സോ PL ഈക്വൽ ടു I² ZL വിച്ച് ഈസ് ഈക്വൽ ടു V ബൈ ZTH പ്ലസ് ZL ഹോൾ സ്ക്വയർ ഇൻറ്റു ZL. ഇനിയാണ് നമ്മുടെ കണ്ടീഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ലോഡിന് അക്രോസ് ആയിട്ടുള്ള പവർ മാക്സിമം ആയിരിക്കും എപ്പം? വെൻ ZL ഈക്വൽ ടു ZTH. തിയറത്തിൽ നമുക്കുള്ളതാണ്. സോ ഈ കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം PL മാക്സ് ഈക്വൽ ടു V ബൈ ZL, PTHന് പകരം ഞാൻ ZL കൊടുത്തു, ZL പ്ലസ് ZL ഹോൾ സ്ക്വയർ ഇൻറ്റു ZL. അപ്പം ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുമ്പം V² ഡിവൈഡ് ബൈ ZL പ്ലസ് ZL 2ZL അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 4ZL സ്ക്വയർ. ഇനി ഇൻറ്റു ഒരു ZL കൂടെ ഉണ്ട്, അപ്പോൾ ഒരു ZL കട്ട് ചെയ്ത് പോകും. സോ ദിസ് ഇസ് ഈക്വൽ ടു V² ബൈ 4ZL. സോ ദിസ് വിൽ ബി ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ലോഡ് വെൻ ZTH ഈക്വൽ ടു ZL. അല്ലെങ്കിൽ ഇതായിരിക്കും ലോഡ് ഇമ്പിഡൻസിന് അക്രോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മാക്സിമം വാല്യൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിഞ്ഞാൽ മതി? നമ്മളെ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് അറിഞ്ഞാൽ മതി, അതേപോലെ ലോഡ് ഇമ്പിഡൻസ് പറഞ്ഞാൽ മതി. സോ യൂസിങ് ദിസ് ഇക്വേഷൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ലോഡ്. ഓക്കെ, അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ എന്താണെന്ന് പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കണ്ടീഷൻ എവിടെ നിന്നാണ് വന്നത്? ZL ഈക്വൽ ടു ZTH ആവുന്ന സമയത്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷൻ എവിടെ നിന്നാണ് വന്നത്? അപ്പോൾ അത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. സോ ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ലോഡ് വെൻ ദ തെവനിൻസ് ഇമ്പിഡൻസ് ഈക്വൽ ടു ദ ലോഡ് ഇമ്പിഡൻസ്. അപ്പോൾ ആ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നമ്മൾ മുന്നേ കൺസിഡർ ചെയ്തിട്ടുള്ള അതേ സർക്യൂട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നു. വോൾട്ടേജ് സോഴ്സ് വിത്ത് വോൾട്ടേജ് V, സീരീസ് ആയിട്ടുള്ള തെവനിൻസ് ഇമ്പിഡൻസ് ZTH, ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള ലോഡ് ഇമ്പിഡൻസ് ZL.
ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ദ പവർ അക്രോസ് ലോഡിൻ്റെ ഇക്വേഷൻ എന്നാണ് പി എൽ ഈക്വൽ ടു ഐ സ്ക്വയർ സെഡ് എൽ വിച്ച് ഈസ് ഈക്വൽ ടു വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഫംഗ്ഷൻ എടുക്കാം. ആ ഫംഗ്ഷൻ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കില്ലേ? ശരിയല്ലേ? അപ്പം ഇവിടെ നമ്മുടെ കണ്ടീഷൻ എന്താ? പി എൽ മാക്സിമം ആവുക, ലോഡ് അല്ലെങ്കിൽ പവർ അക്രോസ് ലോഡ് മാക്സിമം ആവുക. അപ്പോൾ പവർ അക്രോസ് ലോഡ് മാക്സിമം ആവണമെങ്കിലുള്ള നമ്മുടെ കണ്ടീഷൻ, ഫംഗ്ഷൻ്റെ അതേ കണ്ടീഷൻ ഞാനിവിടെ കൊടുക്കുന്നു. വെൻ പി എൽ ഈസ് മാക്സിമം ദ ഡെറിവേറ്റീവ്, ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് പി എൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് എൽ ഷുഡ് ബി 0. അതായത് ഈ ഒരു കണ്ടീഷൻ, അതായത് പി എൽ മാക്സിമം ആവണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? ഡി ബൈ ഡി സെഡ് എൽ ഓഫ് പി എൽ ഷുഡ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കും. കാരണം അതിൻ്റെ മാക്സിമം വാല്യൂ ആണ്, എക്സ്ട്രീം വാല്യൂ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ലോഡ് ഇമ്പിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് പി എല്ലിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യാനുള്ളൂ. സോ ഡി ബൈ ഡി സെഡ് എൽ ഇൻറ്റു പി എല്ലിൻ്റെ വാല്യൂ എന്താ? വി ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ ഈക്വൽ ടു 0. ഇതിൽ വി സെഡ് എല്ലിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആളല്ലേ, അപ്പോൾ വി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളാണ്. അതായത് ഞാൻ ഈ വി സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു സെഡ് എൽ എന്നുള്ള ഫംഗ്ഷനായി. അപ്പോൾ അതിൽ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷനും സെഡ് എൽ എന്ന് പറയുന്നത് സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കുക. പിന്നെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അറിയാമല്ലോ, ആ പ്രൊഡക്റ്റ് റൂൾ ഞാൻ അപ്ലൈ ചെയ്തതാണത്. അപ്പോൾ നോക്കുക, വി സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു, ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? സെഡ് എൽ ആണ്. അപ്പോൾ ഡി ബൈ ഡി സെഡ് എൽ ഓഫ് സെഡ് എൽ എന്താ? 1. അതുകൊണ്ട് ഇവിടെ 1 വന്നു. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ സെഡ് എൽ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -2 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ ക്യൂബ് ഇൻറ്റു ഒരു ഇതിൻ്റെ ഈ ബ്രാക്കറ്റിലുള്ളതിൻ്റെ കൂടെ ഡെറിവേറ്റീവ് വേണം, പക്ഷേ ബ്രാക്കറ്റിലുള്ള സെഡ് എൽ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇൻറ്റു 1 ആണ് വരുന്നത്. അപ്പം നോക്കിയേ, ഇതിൻ്റെ ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂൾ ഞാൻ അപ്ലൈ ചെയ്തു. സോ വി സ്ക്വയർ ഇൻറ്റു 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 വന്നു, പ്ലസ് സെഡ് എൽ ഇൻറ്റു -2 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഹോൾ ക്യൂബ്. ക്ലിയർ? ഈക്വൽ ടു 0. ഇനി ഈ വി സ്ക്വയറിനെ ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം 0 ബൈ വി സ്ക്വയർ അഗെയിൻ 0, ഞാൻ അതും കൂടെ എഴുതുന്നു. സോ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ പ്ലസ് സെഡ് എൽ ഇൻറ്റു -2 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ക്യൂബ് ഈക്വൽ ടു 0. ഈ രണ്ട് ടേം നോക്കുക. ഫസ്റ്റ് ടേമിൽ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ക്യൂബ് ഉണ്ട്. അപ്പോൾ ഒരു 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ എനിക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ? കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2 ബൈ സെഡ് എൽ ഡിവൈഡ് ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഈക്വൽ ടു 0. ശരിയല്ലേ ഞാൻ എഴുതിയത്? നോക്കാം, ഇതാ ഇവിടെ നിന്ന് ഒരു 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 ഉള്ളൂ, പ്ലസ് ഇവിടെ ഒരു -2 സെഡ് എൽ വരും, പിന്നെ ഡിനോമിനേറ്ററിൽ ഒരു സെഡ് ടി എച്ച് പ്ലസ് സെഡ് എല്ലും കൂടെ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി എഗെയിൻ 1 ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ സ്ക്വയറിനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 0 ഇൻറ്റു ഈ ഒരു ടേം വരും, അഗെയിൻ 0 വരും. സോ 1 മൈനസ് 2 സെഡ് എൽ ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഈക്വൽ ടു 0. ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 1 ഈക്വൽ ടു 2 സെഡ് എൽ ഡിവൈഡ് ബൈ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെഡ് ടി എച്ച് പ്ലസ് സെഡ് എൽ ഈക്വൽ ടു 2 സെഡ് എൽ. ഓക്കെ, അപ്പം റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 സെഡ് എൽ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സെഡ് എൽ. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് സെഡ് എൽ വരും. സോ 2 സെഡ് എൽ മൈനസ് സെഡ് എൽ വരുമ്പോൾ എന്ത് വരും? സെഡ് എൽ. സോ സെഡ് ടി എച്ച് ഈക്വൽ ടു സെഡ് എൽ. ഇതല്ലായിരുന്നു നമ്മുടെ കണ്ടീഷൻ. സോ ദിസ് ഇസ് ദ പ്രൂഫ് ഫോർ ദ കണ്ടീഷൻ ഓഫ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻ്റെ പ്രൂഫാണ്. അതായത് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് സെഡ് ടി എച്ച് ഈക്വൽ ടു സെഡ് എൽ ആകുമ്പോഴാണ്. അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ അതിൻ്റെ എക്സ്ട്രീം വാല്യൂലാവുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്തായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും എന്നുള്ള കണ്ടീഷൻ എടുത്തു. പിന്നെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്തെന്നുള്ളതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യൻ ആണ്. ഷോ ദാറ്റ് ദ എഫിഷ്യൻസി ഓഫ് ദ നെറ്റ്വർക്ക് വെൻ ഇറ്റ് ട്രാൻസ്ഫർ മാക്സിമം പവർ ടു ദ ലോഡ് ഈസ് 50%. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ലോഡിന് അക്രോസ് ആണെന്ന് പറഞ്ഞാലും ഈ സമയത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എത്രയാണെന്നുള്ളൂ? 50% ഉള്ളൂ എന്ന് തെളിയിക്കണം അല്ലെങ്കിൽ കാണിക്കണം. നോക്കാം.
അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു പവർ അല്ലെങ്കിൽ പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ പവർ ഓഫ് ദ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് P ഈക്വൽ ടു PTH പ്ലസ് PL ആണ്. ആൻഡ് ഇവിടെ PTH നമുക്ക് എങ്ങനെ എഴുതാം? PTHനെ I² ഇൻറ്റു ZTH എന്ന് എഴുതാം. അതേപോലെ PLനെ I² ഇൻറ്റു ZL എന്ന് എഴുതാം. സോ ടോട്ടൽ പവർ P ഈക്വൽ ടു I² ZTH പ്ലസ് I² ZL ഈക്വൽ ടു, രണ്ടിലും I² കോമൺ ആണ്, I² ഇൻറ്റു ZTH പ്ലസ് ZL. സോ ദിസ് ഈസ് ദ പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ്, അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ ടോട്ടൽ പവർ ഇതാണ്. ഇനി വാട്ട് ഈസ് ദ പവർ അക്രോസ് ലോഡ്? PL ഈക്വൽ ടു I² ഇൻറ്റു ZL. ക്ലിയർ? അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, അല്ലെങ്കിൽ പവർ അക്രോസ് ദ ലോഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻ ദ നെറ്റ്വർക്ക്. ശരിയല്ലേ? സോ ദ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു പവർ ട്രാൻസ്ഫർ ടു ദ ലോഡ് ഡിവൈഡഡ് ബൈ പവർ ജനറേറ്റഡ് ബൈ ദ സോഴ്സ്. രണ്ടിനും വാല്യൂ നമുക്കുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു I² ZL ഡിവൈഡഡ് ബൈ I² ഇൻറ്റു ZTH പ്ലസ് ZL, which is equal to I² തമ്മിൽ കട്ട് ചെയ്ത് പോകും, ZL ഡിവൈഡഡ് ബൈ ZTH പ്ലസ് ZL. അപ്പം എഫിഷ്യൻസി നമുക്ക് കിട്ടി ഈറ്റ ഈക്വൽ ടു ZL ഡിവൈഡ് ബൈ ZTH പ്ലസ് ZL. പക്ഷെ നമുക്ക് തെളിയിക്കേണ്ടത് അതല്ല. നമുക്ക് തെളിയിക്കേണ്ടത് എന്താ? എഫിഷ്യൻസി 50% ആണ്, അല്ലെങ്കിൽ 1/2 ആണെന്ന് കാണിക്കണം. ഓക്കെ, എങ്ങനെ ഇനി കാണിക്കുക? എന്താ നമ്മുടെ കണ്ടീഷൻ? എന്താ മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻ? എന്താ? ZL ഈക്വൽ ടു ZTH അല്ലേ? സോ ആ ഒരു കണ്ടീഷൻ ഞാൻ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ZTHന് പകരം ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യും? ZL സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു ZL ഡിവൈഡഡ് ബൈ ഈ ZTHന് പകരം ZL കൊടുത്തു, ZL പ്ലസ് ZL. സോ ZL ഡിവൈഡ് ബൈ 2ZL വരും. ZL കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2. ഓക്കെ, അപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 50%. ഓക്കെ, അതായത് മാക്സിമം പവർ ലോഡിന് അക്രോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിലും ടോട്ടൽ പവറിൻ്റെ എത്ര മാത്രമേ ശരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ? 50% മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അതാണ് മാക്സിമം ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ. ഒരു നെറ്റ്വർക്കിലെ ടോട്ടൽ പവർ എത്രയാണോ 100% പവർ ഉണ്ടെങ്കിൽ ആ 100%ൽ 50% മാത്രമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഈ കണ്ടീഷനിൽ ZL ഈക്വൽ ടു ZTH കണ്ടീഷനിൽ ലോഡിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് അക്രോസ് ദ ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ആൻഡ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ZTH ഈക്വൽ ടു ZL ആണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആണെങ്കിലും മാക്സിമം എത്ര പവർ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ? ടോട്ടൽ പവറിൻ്റെ 50%, 1/2 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ 50% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലോഡിന് അക്രോസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ.